യൂസർ നെയിം ഫീച്ചർ പുറത്തിറക്കാനുള്ള തീരുമാനത്തിൽ വാട്സാപ്പിന് കേന്ദ്ര സർക്കാരിന്റെ നോട്ടീസ്. ആൾമാറാട്ടവും വഞ്ചനയും സംബന്ധിച്ച ആശങ്കകളുടെ അടിസ്ഥാനത്തിലാണ് നോട്ടീസ്. 3 ദിവസത്തിനകം യൂസർ നെയിം ഫീച്ചറിന്റെ വിശദാംശങ്ങൾ അറിയിക്കണം എന്നതാണ് നിർദ്ദേശം. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നത്. ബൽറാം, ഗുഡ് മോർണിംഗ്. ഈ ഫീച്ചറുമായി ബന്ധപ്പെട്ട ആശങ്ക അത് മുൻപ് തന്നെ കേന്ദ്ര സർക്കാർ അറിയിച്ചതാണ്. ഇപ്പോൾ വാട്സാപ്പിന് കേന്ദ്ര സർക്കാർ നോട്ടീസ് നൽകിയിരിക്കുന്നു. നോട്ടീസിന്റെ വിവരങ്ങൾ എങ്ങനെയാണ്? വെരി ഗുഡ് മോർണിംഗ് പ്രവിത. ഗൂഗിൾ വാട്സപ്പിന് പുതിയ ഫീച്ചർ യൂസർ നെയിം ഫീച്ചറുമായി ബന്ധപ്പെട്ടാണ് കേന്ദ്ര സർക്കാർ നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഈ നോട്ടീസിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് ഈ യൂസർ നെയിം ഫീച്ചർ കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത്, അത് ഏത് രീതിയിലായിരിക്കും പ്രവർത്തിക്കുക, ഇതിൽ തട്ടിപ്പ്, ആൾമാറാട്ടം അടക്കമുള്ളവ തടയാൻ എന്ത് മുൻകരുതൽ നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ സംബന്ധിച്ച് 3 ദിവസത്തിനകം മറുപടി നൽകണം എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിന്റെ നോട്ടീസിൽ അറിയിച്ചിരിക്കുന്നത്. ഇത് പ്രധാനമായും ആഭ്യന്തര മന്ത്രാലയം ഈ യൂസർ നെയിം ഫീച്ചറുമായി ബന്ധപ്പെട്ട് IT, ഇലക്ട്രോണിക്സ് മന്ത്രാലയങ്ങളെ ആശങ്ക അറിയിച്ചിരുന്നു. ഇതിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് IT മന്ത്രാലയം വാട്സപ്പിൽ നിന്നും വിശദീകരണം തേടിക്കൊണ്ട് നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഇതിൽ വിശദമായ ചർച്ചകൾ പൂർത്തിയാക്കി കേന്ദ്ര സർക്കാരിനെ ഇക്കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നതുവരെ ഈ യൂസർ നെയിം ഫീച്ചർ നടപ്പാക്കരുത് എന്നുള്ള നിർദ്ദേശവും വാട്സപ്പിന് കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട്. പ്രധാനമായും ആൾമാറാട്ടവും തട്ടിപ്പും നടത്താൻ സാധ്യതയുണ്ട് എന്ന് തരത്തിലുള്ള ആശങ്കകൾ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ ഒരു നടപടി കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഒരു പ്രമുഖ വ്യക്തിയുടെയോ സ്ഥാപനത്തിന്റെയോ പേരുകൾ ഇത്തരത്തിൽ യൂസർ നെയിം ഫീച്ചർ വഴി ദുരുപയോഗം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് എന്നും തട്ടിപ്പുകാർ അത് ദുരുപയോഗം ചെയ്തുകൊണ്ട് ഇവരാണ് എന്ന് നടിച്ചുകൊണ്ട് ആളുകളിൽ നിന്നും പണം തട്ടലടക്കമുള്ള നടപടികൾ നടത്താൻ സാധ്യതയുണ്ട് എന്നുമുള്ള വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു ഇടപെടൽ കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ നടത്തിയിരിക്കുന്നത്. അതേസമയം വാട്സപ്പ് ഇക്കാര്യത്തിൽ നൽകുന്ന വിശദീകരണം എന്നത് തങ്ങൾ ഈ യൂസർ നെയിം ഫീച്ചർ നടപ്പാക്കി കഴിഞ്ഞാലും ഒരു നമ്പർ ഒരു വ്യക്തിക്ക് ഉപയോഗിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു യൂസർ നെയിം ഉപയോഗിക്കണമെങ്കിൽ അതിന് ഒരു മൊബൈൽ നമ്പർ ആവശ്യമായി വരും എന്നുള്ളതാണ്. ഒപ്പം തന്നെ തട്ടിപ്പ് അടക്കമുള്ള നടപടികൾ, ആൾമാറാട്ടം അടക്കമുള്ളവ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ ഉടൻ തന്നെ നടപടി ഉണ്ടാകുമെന്നും ഒരു വ്യക്തിയെ ഫോൺ വഴിയോ സന്ദേശം വഴിയോ മറ്റൊരു യൂസർ നെയിമിൽ നിന്നുള്ള വ്യക്തി ബന്ധപ്പെടുകയാണെങ്കിൽ അവർ ഏത് രാജ്യത്താണ് പ്രവർത്തിക്കുന്നത്, അവരുടെ പേര് അടക്കമുള്ള വിവരങ്ങൾ ഈ കോളോ അല്ലെങ്കിൽ സന്ദേശമോ സ്വീകരിക്കുന്ന വ്യക്തിക്ക് കാണാൻ കഴിയുമെന്നും ഇതിലൂടെ തട്ടിപ്പും അടക്കമുള്ളവ, ആൾമാറാട്ടം അടക്കമുള്ളവ തടയാൻ കഴിയും തുടങ്ങിയ വിശദാംശങ്ങളാണ് നൽകുന്നത്. എന്തായാലും കേന്ദ്ര സർക്കാരിന്റെ നോട്ടീസിന് മറുപടി നൽകുമെന്നും ആശങ്കകൾ അകറ്റിയ ശേഷം മാത്രമായിരിക്കും ഈ ഫീച്ചർ നടപ്പാക്കുക എന്നുമാണ് വാട്സപ്പ് ഈ ഘട്ടത്തിൽ നൽകുന്ന വിശദീകരണം. പ്രവിത, ഗൂഗിൾ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.